വിരാജ് ഗോകുൽ, പഴയ പാർലമെന്റിന്റെ ചരിത്രത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് പുതിയ പാർലമെന്റിന്റെ ആദ്യ ലോക്സഭാ സമ്മേളനത്തിൽ കണ്ടത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള ഇന്ത്യ മുന്നണിയുടെ വരവ് കരുത്തറിയിക്കുകയാണോ ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ സഖ്യം? ഒരു കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കുന്നത് ജൂൺ മാസം 24-ാം തീയതി 2024 ഏതാനും മണിക്കൂറുകളൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 25-ാം തീയതി ആവും. നമ്മുടെ ഭരണഘടനയിലെ നമുക്ക് ഉറപ്പ് തരുന്ന ചില മൗലികമായ അവകാശങ്ങളുണ്ടല്ലോ. ഒരു പൗരൻ എന്തൊക്കെ ചിന്തിക്കണം, എന്തൊക്കെ പറയണം, എന്തൊക്കെ എഴുതണം എന്നുള്ള അങ്ങനെ മൗലികമായ അവകാശങ്ങൾക്ക് മേലിൽ പോലും കൈവച്ചുകൊണ്ട് 1975 ജൂൺ 25-ാം തീയതി ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഡിക്റ്റേറ്റർ നമ്മുടെ നാട്ടിൽ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയതിൻ്റെ 5 പതിറ്റാണ്ട് തികയുമ്പോഴേക്കും അതേ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് ഭരണഘടന കയ്യിലെടുത്ത് അതുമായി പാർലമെൻറ്റിലേക്ക് വന്ന് സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉടലെടുത്തു എന്ന് പറയുന്നത് തീർത്തും അഭിമാനാർഹവും തീർത്തും സന്തോഷം തരുന്നതും തന്നെയാണ്. എന്തായാലും ഇതിനൊക്കെ വേണ്ടിയിട്ടെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ ഭരണഘടന കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ എന്ന് മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ. ഇനി പ്രതിപക്ഷം വരവറിയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും ഭരണഘടനയെ കോൺഗ്രസ് തള്ളിപ്പറയുന്നതെന്നും താങ്കൾ തന്നെ പറയുന്നത്. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത ദിവസം 1949 നവംബർ 26-ാം തീയതിക്ക് ശേഷം ഓർഗനൈസറും ഒപ്പം തന്നെ RSSും പുറത്തിറക്കിയ ഒരു ധാരണയുണ്ടായിരുന്നല്ലോ, ഒരു വിമർശനം ഉണ്ടായിരുന്നല്ലോ. അതെന്താണെന്ന് താങ്കൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്നുണ്ടോ യുവരാജ്? അരുൺകുമാറെ, ഈ പാർലമെന്റിൽ നമുക്ക് ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലും തൊട്ടടുത്ത കാലഘട്ടങ്ങളിലുമായിട്ട് സ്വാഭാവികമായിട്ട് അതിനോടൊക്കെ എതിരഭിപ്രായവും യോജിപ്പുമുള്ള ഒരുപാട് വശങ്ങളുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ മരം പെയ്യുന്നത് പോലെ പിന്നീടുള്ള കാലങ്ങളിൽ തുടരുകയും ചെയ്യും. അത് കമ്മ്യൂണിസ്റ്റ് പല വിഷയങ്ങളും തീർച്ചയായിട്ടും ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതൊക്കെ ചരിത്രത്തിലുള്ള കാര്യങ്ങൾ തന്നെയല്ലേ അരുൺകുമാറെ, ഇതൊക്കെ ചരിത്രത്തിലുള്ള കാര്യങ്ങൾ തന്നെയല്ലേ. തള്ളിപ്പറഞ്ഞ ആദ്യത്തെ അല്ല, പ്രേക്ഷകരെ മാത്രമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ല, അതിനകത്ത് ഞങ്ങളെക്കാൾ അധികം അംബേദ്കർ വിമർശിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയാണ്. ഇവിടെ ഒരു റിജിഡായിട്ടുള്ളൊരു ഭരണഘടന ഉണ്ടാകുന്നുവെന്നും അതൊരിക്കലും അട്ടിമറിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം അവർക്കുണ്ടെന്നും പറഞ്ഞ് അംബേദ്കർ വിമർശിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്കകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തന്നെയാണ്. അതൊക്കെയും കണ്ടില്ല എന്ന് വെച്ച് നമുക്ക് പോകാൻ കഴിയുമോ? പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കൾ ചോദിച്ചു പ്രതിപക്ഷ മുന്നണി വരവറിയിച്ചോ എന്നാണ് ഞാൻ അങ്ങ് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്. അങ്ങയോട് എനിക്ക് പറയാനുള്ളത്, ഈ രാഹുൽ ഗാന്ധി കമ്മിങ് ഓഫ് ഏജ് എന്നും രാഹുൽ ഗാന്ധി മെച്ചുവറായെന്നും രാഹുൽ ഗാന്ധി റീലോഞ്ച് ചെയ്തു എന്നുള്ള വാർത്ത ഏതാണ്ട് 1.5 പതിറ്റാണ്ടുകളായിട്ട് ഞാൻ പല പത്രമാധ്യമങ്ങളിലായിട്ട് വായിച്ചു വരികയാണ്. അങ്ങേക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോഴും വായിച്ചു തരാം. ഇന്ത്യ ടുഡേ മുതൽ, ടൈംസ് നൗ മുതൽ, അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളിൽ 2007, 2008, 2009 മുതൽ രാഹുൽ ഗാന്ധി റീലോഞ്ചിങ്, രാഹുൽ ഗാന്ധി കമ്മിങ് ഓഫ് ഏജ് എന്ന് പറഞ്ഞിട്ട് 1.5 പതിറ്റാണ്ടായിട്ട് ഈ വാർത്ത ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ചർച്ച വീണ്ടും നമ്മൾ പ്രതിപക്ഷം വരവറിയിച്ചോ എന്നാണ്. ഒരു 5 വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇത് തന്നെ ചർച്ച ചെയ്യും. വീണ്ടും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം വരവറിയിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്യും. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവരുടെ മുന്നണി ഇപ്പോഴേ അടിച്ചു പിരിഞ്ഞോ എന്നുള്ള കാര്യത്തിലാണ് എനിക്കൊരു സംശയം. കാരണം ഈ ഷാഫി പറമ്പിൽ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ബാക്കി മുന്നണി നേതാക്കളെയൊക്കെ പോലെ ഭരണഘടന ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു വെച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കണ്ടായിരുന്നു. ഇവരുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യുന്നത് കണ്ടില്ല. അപ്പോൾ അവരുടെ മുന്നണിക്കകത്ത് തന്നെ ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങളിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ഒരു സ്വരചേർച്ചയില്ലായ്മ ഇപ്പം തന്നെ വന്നിട്ടുണ്ടോ? അതോ അവരിപ്പോൾ തന്നെ ഒരു പാർട്ടി ഒരു വഴിക്കും മറ്റൊരു പാർട്ടി മറ്റൊരു വഴിക്കും ഒക്കെ പോവുകയാണോ? അപ്പോൾ ഇവരെ വരവറിയിക്കുകയാണോ അതോ പിരിയുന്നത് അറിയിക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കാര്യമായൊരു സംശയമുണ്ട്. അതിനൊരു ക്ലാരിറ്റി കിട്ടിയിരുന്നെങ്കിൽ. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഞാൻ അതിലേക്ക്